കൈക്കൂലി കേസിൽ ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരായ നടപടി ശുപാർശ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയിട്ട് 2 ദിവസമായി. പക്ഷേ ഒരു നടപടിയുമായിട്ടില്ല. വിജിലൻസ് മേധാവിയുടെ സസ്പെൻഷൻ ശുപാർശയാണ് മുന്നിലുള്ളത്. ആഭ്യന്തര സെക്രട്ടറിയാണ് ഫയൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഫയൽ നീക്കത്തിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. TP കേസ് പ്രതികളിൽ നിന്നടക്കം പണം വാങ്ങിയെന്ന ഗുരുതര കണ്ടെത്തലാണ് വിനോദ് കുമാറിനെതിരെയുള്ളത്. ഹരിമോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ. കൈക്കൂലി വാങ്ങിയ ആളെക്കുറിച്ചുള്ള ഫയലാണ്. പക്ഷേ കൈക്കൂലി കൊടുത്ത ആളുകൾക്ക് സർക്കാരുമായി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കായുള്ള അടുപ്പമൊക്കെ കാരണമാണോ 2 ദിവസമായിട്ടും ആ ഫയൽ അനങ്ങാത്തത്? സുജ, എന്തായാലും സംരക്ഷണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാത്രമല്ല, തുടക്കം മുതൽക്ക് തന്നെ ജയിലാസ്ഥാനത്തെ DIG ആയിട്ടുള്ള വിനോദ് കുമാറിന് സംരക്ഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻപ് പരാതികൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് 2022 മുതൽക്ക് പല പരാതികൾ ഉണ്ടായിട്ട് പോലും വിനോദ് കുമാറിനെതിരെ ഒരു നടപടി പോലും, വകുപ്പ് തല നടപടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള കേസോ ഉണ്ടാകാതിരുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ, അതായത് 16-ാം തീയതി മാത്രമാണ് വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം തന്നെ കൈക്കൂലി വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള 2 വകുപ്പുകൾ ചേർത്ത് വിനോദ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷെ 16 കഴിഞ്ഞ് ഇപ്പോൾ 21 ആയിരിക്കുന്നു. പക്ഷേ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു നടപടിയിലേക്ക് വകുപ്പ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പാണ് ഇതിനകത്ത് നടപടി സ്വീകരിക്കേണ്ടത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ കയ്യിൽ ഈ ഫയലുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇതുവരെ നടപടി ആയിട്ടില്ല. അതായത് കൈക്കൂലി കേസെടുത്ത് കഴിഞ്ഞിട്ട്, കൈക്കൂലി കേസിൽ വിനോദ് കുമാറിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന് വിജിലൻസ് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാൻ വൈകുന്നതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. സുജയ, ഓക്കെ. അപ്പോ ജയിൽ DIGക്കെതിരായ കൈക്കൂലി കേസിൽ നടപടി വൈകുന്നത് എന്താണ്? സാധാരണക്കാർക്കെതിരായ കേസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ എന്ന് നാട്ടുകാർ ചോദിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ മുഖ്യമന്ത്രിയിലെ എടുക്കുമായിരിക്കും.